ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അന്ന് രാവിലെ വിനീത് പതിയെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അപരിചിതമായ ആ ഒരു ചുറ്റുപാടുകൾ അവനെ ഒരു നിമിഷം ഒന്ന് അമ്പരപ്പിച്ചു. താൻ എവിടെയാണെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവന് കുറച്ച് സെക്കൻഡുകൾ വേണ്ടി വന്നു. അതെ, ഇത് ഗംഗയുടെ വീടാണ്. ഇന്നലെയായിരുന്നു അവരുടെ വിവാഹം. സ്വന്തം വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പെട്ടതിന്റെ വേദനയും പുതിയൊരു ജീവിതം തുടങ്ങിയതിന്റെ ആശ്വാസവും അവന്റെ മനസ്സിൽ ഒരുപോലെ തന്നെ നിറഞ്ഞു നിന്നു. കട്ടിൽ നിന്നും എഴുന്നേറ്റ് വിനീത് ചുറ്റുമൊന്ന് നോക്കി കണ്ണോടിച്ചു. ഗംഗയെ അവിടെയൊന്നും കാണാനില്ല. ഒരു പുതിയ കുടുംബത്തിലെ മരുമകൻ എന്ന നിലയിൽ വല്ലാത്ത ചമ്മലും ടെൻഷനും വിനീതിന് വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. പല്ല് തേക്കാൻ ഒരു ബ്രഷ് വേണമല്ലോ, അതിനി ആരോട് താൻ ചോദിക്കുമെന്നൊക്കെ ആലോചിച്ച് അവൻ മുറിക്ക് പുറത്തേക്ക് വന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിക്കാനും വല്ലാത്ത മടി. ആ സമയത്താണ് രാധമ്മ അങ്ങോട്ടേക്ക് വന്നത്. വിനീതിനെ കണ്ടപ്പോൾ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അവനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് രാധമ്മ സ്നേഹത്തോട് ചോദിച്ചു, എന്താ മോനെ, ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ? ഉറങ്ങി അമ്മമ്മേ. നന്നായിട്ട് തന്നെ കിടന്നുറങ്ങി. അവൻ ഒരുവിധം ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. എങ്ങനെയുണ്ട് ഗംഗ? അവൾ എന്തു പറയുന്നു? രാധമ്മയുടെ ചോദ്യത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകമുണ്ടായിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല അമ്മമ്മേ. അല്ല, അവൾക്ക് വേറെ പ്രത്യേകിച്ച് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ വല്ലതും തോന്നിയോ? രാധമ്മ വീണ്ടും ചോദിച്ചു. ഗംഗയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ചോദിച്ചതാണ്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. വിനീത് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാധമ്മയുടെ മുഖത്ത് ചെറിയൊരു നിരാശ പടർന്നു. എടാ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ പരസ്പരം സംസാരിക്കാമായിരുന്നില്ലേ? അത് പിന്നെ അമ്മമ്മേ, വിനീത് വാക്കുകൾ കിട്ടാതെ പരിങ്ങി. വേണ്ട വേണ്ട, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം കാത്തിരുന്നതാണെന്ന് നിനക്കറിയാമോ മോനെ? എത്ര നേർച്ചകൾ നടന്നിട്ടുണ്ടെന്നറിയാമോ? കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കുറേ നേർച്ചകളൊക്കെ നടത്തി തീർക്കാനുമുണ്ട്. അതിനൊക്കെ നീയും അവളും എൻ്റെ കൂടെ വരണം. രാധമ്മയുടെ വാക്കുകളിൽ ആ കുടുംബത്തോടുള്ള അളവറ്റ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. അതൊക്കെ ഞാൻ ഏറ്റു അമ്മമ്മേ. വിനീതിന്റെ മറുപടി കേട്ട് രാധമ്മക്ക് ആശ്വാസമായി. എന്നാ മോൻ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് കാപ്പി കുടിക്കാമെന്നും പറഞ്ഞ് രാധമ്മ അവിടെ നിന്ന് നടന്നു നീങ്ങി. അതേസമയം അടുക്കളയിൽ പ്രഭാത ഭക്ഷണത്തിന്റെ തിരക്കിലായിരുന്നു ശാരദയും ഗംഗയൊക്കെ. നിലയും അവിടെ എത്തിയിട്ടുണ്ട്. അമ്മമ്മേ, വിനീതിന് ബ്രഷ് വേണമെന്ന് നില വന്ന് പറഞ്ഞപ്പോൾ ശാരദ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ബ്രഷോ? നീ ഒരു കാര്യം ചെയ്യേ, ആ കടയിൽ പോയിട്ട് പുതിയൊരു ബ്രഷ് വാങ്ങിച്ചോണ്ട് വാ, ശാരദ പറഞ്ഞു. ഇത് കേട്ട ഗംഗ ഇടപെട്ടു. അതിനെന്തിനാ ഇപ്പോൾ പുതിയ ബ്രഷൊക്കെ വാങ്ങിക്കുന്നത്? അവന് പല്ല് തേക്കാൻ വേണ്ടിയല്ലേ? അതിന് ഹോം സ്റ്റേയിൽ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാനായിട്ട് ബ്രഷൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് ഗംഗ പറഞ്ഞു. ആണോ? എങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്, നീ പോയിട്ട് അത് എടുത്തു കൊടുക്കുമെന്ന് ശാരദ നിലയോടായി പറഞ്ഞു. നില പോവാനായി തിരിഞ്ഞപ്പോൾ ശാരദ അവളെ തടഞ്ഞു. എന്നിട്ട് ഗംഗയെ നോക്കി പറഞ്ഞു, നീ അവളെയാണോ എടുത്തു കൊടുക്കാൻ വേണ്ടി വിടുന്നത്? നിനക്ക് പോയി എടുത്തു കൊടുത്താൽ എന്താ കുഴപ്പം? ഞാൻ എന്തിനാ അമ്മയെ എടുത്തു കൊടുക്കുന്നത് എന്ന് ഗംഗ ഒഴിഞ്ഞു മാറാൻ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, നീ തന്നെ പോയി എടുത്തു കൊടുത്താൽ മതി. നിന്റെ ഭർത്താവല്ലേ വിനീത്? ഇനിയിപ്പോ അവളല്ല, നീയാണ് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ടൊക്കെ ചെയ്യേണ്ടത്. ചെല്ല്. ശാരദയുടെ ശബ്ദത്തിൽ ചെറിയൊരു ശാസനയുണ്ടായിരുന്നു. മറുത്തൊന്നും പറയാതെ ഗംഗ ബ്രഷുമായി പേസ്റ്റും എടുത്തുകൊണ്ട് വിനീതിന്റെ അടുത്തേക്ക് നടന്നു. വിനീതിന്റെ മനസ്സിൽ അപ്പോഴും വല്ലാത്തൊരു ഭയവും പരിഭ്രമവും ഉണ്ടായിരുന്നു. ഗംഗയെ കണ്ടപ്പോൾ അവൻ ചെറുതായിട്ടൊന്ന് പതറി. അവൾ ഒന്നും മിണ്ടാതെ ബ്രഷും പേസ്റ്റും എടുത്ത് കയ്യിലേക്ക് എടുത്തു കൊടുത്തു. എന്നിട്ട് തിരിഞ്ഞു നടന്നു. വിനീത് ഫ്രഷാനായി പോയ സമയത്തിന് കാവേരി അടുക്കളയിലേക്ക് വന്നു. ഗംഗ അവിടെ ഓരോ ജോലികൾ തിരക്കിട്ട് ചെയ്യുകയായിരുന്നു. കാവേരി പതുക്കെ ഗംഗയുടെ അടുത്തേക്ക് ചെന്നു. ഗംഗേജി, അതവിടെ ഇട്ടിട്ട് പോയിക്കോ, ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് പറയും. അവളുടെ വാക്കുകൾ കേട്ട് ഗംഗ ഒന്ന് ചിരിച്ചു. സാരമില്ല കാവേരി, ഞാൻ ചെയ്തോളാം. ഇത്രയും ദിവസം ഞാനല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നെന്താ ഇത്ര പ്രത്യേകത? ശാരദ അങ്ങോട്ടേക്ക് വന്ന് അപ്പോഴാണ്, അവൾ ചെയ്യട്ടെ മോളെ, അവൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവളും കുറച്ച് പണികളൊക്കെ ചെയ്യട്ടെ. ശാരദയുടെ ആ ഒരു പറച്ചിൽ കാവേരിക്കൊട്ടും പിടിച്ചില്ല. അവളുടെ മുഖം മങ്ങി. പിന്നെ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാത്തതുപോലെയുണ്ടല്ലോ അമ്മയുടെ പറച്ചിൽ. കണ്ടില്ലേ ഗംഗേച്ചി, ഞാൻ എത്രയൊക്കെ ചെയ്താലും അമ്മക്ക് അതൊന്നും തന്നെ കാണാൻ കഴിയില്ല. അമ്മക്ക് ഗംഗേച്ചി ചെയ്യുന്നത് മാത്രമേ കണ്ണു പിടിക്കുള്ളൂ. കാവേരിയുടെ വാക്കുകളിൽ സങ്കടവും ദേഷ്യവും കലർന്നിരുന്നു. ഇതൊക്കെ കേട്ട് ഗംഗയ്ക്കും ദേഷ്യം വന്നു. രാവിലെ തന്നെ രണ്ടുപേരും കൂടെ തുടങ്ങിയോ ഈ വഴക്കൊന്നും? നിങ്ങൾ നിർത്തുന്നില്ലേ? ഗംഗ കാവേരിയെ വഴക്ക് പറയാൻ തുടങ്ങി. ഓ, ഞാനൊന്നും പറയുന്നില്ലേ? ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് വേണം. കാവേരിയുടെ നാക്കിന് നീളം കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ ചീത്ത പറയാന്. ഇത്രയും പറഞ്ഞ് കാവേരി ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശാരദ ഗംഗയുടെ അടുത്തേക്ക് വന്നു. മോളെ, നീ പോയി വിനീതിനെ കഴിക്കാൻ വിളിച്ചോണ്ട് വാ. അതമ്മേ, ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഗംഗ ഇങ്ങനെ മടി പിടിച്ച് നിൽക്കണേ. നീ പോയി വിളിച്ചോണ്ട് വരാൻ ശാരദ കർക്കശമായി പറഞ്ഞു. ഗംഗക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ വിനീതിന്റെ അടുത്തേക്ക് ചെന്ന് പതുക്കെ പറഞ്ഞു. അതെ, കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വരാൻ പറഞ്ഞു. വിനീത് ഊൺമേശക്കടുത്തേക്ക് വരുമ്പോൾ കാവേരി അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിരുന്നു. ശാരദ അത് കണ്ട് ചോദിച്ചു, നിന്റെ തീറ്റ ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന്? ഇപ്പൊ തന്നെ കഴിച്ചു തീരും. അല്ല, ഇതൊക്കെ എങ്ങോട്ടായി പോകുന്നത്? കണ്ടിട്ടൊരു മാറ്റമില്ലല്ലോ. ശാരദ കളിയാക്കി. എനിക്ക് ആവശ്യമുള്ളത് ഇത്രയൊക്കെ മതി. കാവേരി മുഖം കൂട്ടി. വിനീത് വന്നിരുന്നത് കൊണ്ട് തന്നെ ശാരദ കാവേരിയോട് പറഞ്ഞു, അതെ, നീ വിനീതിന് കഴിക്കാൻ കുറച്ച് എടുത്തു കൊടുക്കുകയെന്ന്.
ഞാനോ അതൊക്കെ വിനീതേട്ടനുള്ളത് ഗംഗേച്ചി എടുത്തു കൊടുത്തോളും എന്ന് പറഞ്ഞ് കാവേരി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഒടുവിൽ ഗംഗ തന്നെ വിനീതിന് ഭക്ഷണം വിളമ്പി കൊടുത്തു. വിനീത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും രാധമ്മയും അങ്ങോട്ടേക്ക് വന്നു. വിനീതിന്റെ മുഖത്തെ മ്ലാനത കണ്ട് രാധമ്മക്ക് സങ്കടം തോന്നി. എന്താണ് മോനെ, എന്തു പറ്റി? മുഖത്ത് വല്ലാത്തൊരു മാറ്റം. വിനീത് ഭക്ഷണം കഴിക്കുന്നത് നിർത്തി രാധമ്മയെ നോക്കി. അല്ല, ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചൊന്ന് ആലോചിക്കുമായിരുന്നു. അമ്മക്കിപ്പോൾ കടുത്ത ദേഷ്യമായിരിക്കില്ലേ എന്നോട് അമ്മമ്മേ? അവന്റെ വാക്കുകളിൽ സ്വന്തം അമ്മയോടുള്ള സ്നേഹവും സങ്കടവും നിറഞ്ഞു നിന്നു. അതേ ഇപ്പം എന്താ, നീ എന്ത് ചെയ്യാനാ? ഞാൻ അവിടെ പോയിട്ട് ഒന്ന് നോക്കിയാലോ എന്ന് ചിന്തിക്കുവാണ്. എടാ, നീ ഇപ്പം അങ്ങോട്ടേക്ക് ചെന്നതിൽ ഒട്ടും ശരിയല്ല. അവൾ അവിടെ ആളി കത്തിക്കൊണ്ടിരിക്കല്ലേ. ഈ സമയത്ത് നീ അങ്ങോട്ടേക്ക് ചെന്നുകയാണെങ്കിൽ അതൊന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, കുറച്ച് സമയം കഴിയട്ടെ, എന്നിട്ട് എപ്പോഴെങ്കിലും പോയാൽ മതി. ഇപ്പം നീ അങ്ങോട്ടേക്ക് ചെന്നാൽ അവൾ നിന്റെ നേരെങ്ങ് ചാടിക്കടിക്കാൻ വരും. അവളുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. കുറച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറി അവൾ തണുക്കും. അപ്പോൾ അവൾ തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോളും. രാധമ്മ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും അമ്മമ്മേ, അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണല്ലോ. അത് പെട്ടെന്ന് മാറുന്ന ദേഷ്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. രാധമ്മ ഒന്ന് ചിരിച്ചു. എടാ, നിനക്ക് നിന്റെ അമ്മയെ ഇതുവരെയും മനസ്സിലായിട്ടില്ലേ? അവളുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യവും സങ്കടമൊക്കെ മാറിക്കഴിയുമ്പോൾ അവൾ നിന്നെ വിളിച്ചോളൂ. നീ അതൊന്നും ഓർത്തിട്ട് ഇപ്പം ടെൻഷൻ അടിക്കണ്ട. നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും തലയിലേക്ക് എടുത്ത് വെക്കണ്ട. രാധമ്മയുടെ വാക്ക് കേട്ട് അവൻ കുറച്ചൊരു ആശ്വാസം നൽകി. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വിനീത് ശാരദയോടായി പറഞ്ഞു. എനിക്ക് കടയിലൊന്ന് പോകണം. 1-2 കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട്. കുറച്ച് ഓർഡറുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് കല്യാണം കഴിയുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത് കേട്ട് രാധമ്മ ചോദിച്ചു. എടാ മോനെ, ഇന്ന് തന്നെ പോകണോ? ഇന്നലല്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതുള്ളൂ. അതൊന്നും കുഴപ്പമില്ല അമ്മമ്മേ, ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം. പിന്നെ എനിക്ക് മാറാൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഡ്രസ്സൊക്കെ എടുക്കണല്ലോ, വിനീത് പറഞ്ഞു. അപ്പോഴേക്കും ശാരദ ഇടപെട്ടു. അതിനൊന്നൊക്കെ ഇവിടെ അരവിന്ദന്റെ ഡ്രസ്സില്ലേ, അത് ഇരിക്കുന്നില്ലേ? അത് മോന് പാകമാവില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട രാധമ്മക്ക് ദേഷ്യം വന്നു. എടി, ആ ഡ്രസ്സാണോടി നീ വിനീതിന് എടുത്തു കൊടുക്കുന്നത്? അവന് സ്വന്തമായിട്ട് ഡ്രസ്സ് ഉണ്ടല്ലോ, അവൻ പോയി എടുത്തോണ്ട് വരട്ടെ. സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് ഡ്രസ്സ് എടുക്കുന്നതിന് എന്താ കുഴപ്പം? അല്ല, ഇനിയിപ്പോൾ അവൻ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ സുജാത വല്ല വഴക്കും ഉണ്ടാക്കുമോ എന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞതാ. ശാരദക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവൻ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കട്ടെ, എത്രത്തോളം ഉണ്ടാക്കുമെന്ന് നമുക്കൊന്ന് കാണണല്ലോ. നല്ലൊരു ജീവിതം അവന് കിട്ടിയപ്പോൾ അവർക്കത് സഹിക്കാനാവുന്നില്ല. രാധമ്മ സുജാതയുടെ പ്രവൃത്തികൾ ഓർത്തുകൊണ്ട് ദേഷ്യപ്പെട്ടു. വിനീത് കടയിലേക്ക് പോവാനിറങ്ങി. ഇതേ സമയത്തിന് മറ്റൊരിടത്ത് ജയപാലന്റെ മനസ്സിൽ ചില തന്ത്രങ്ങളും ഗൂഢാലോചനകളും രൂപപ്പെട്ടു. എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അരവിന്ദിന്റെ പേരിലുള്ള ആ ഒരു 5 ഏക്കർ തോട്ടം അതെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അരവിന്ദിന്റെ കയ്യിൽ നിന്നും ആ ഒരു തോട്ടത്തിന്റെ പേരും പറഞ്ഞ് ജയപാലൻ കുറച്ച് പണം അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അരവിന്ദൻ മരിച്ച സ്ഥിതിക്ക് അതിനി ആർക്കെങ്കിലും മറിച്ചു കൊടുക്കണം. അരവിന്ദിന്റെ കയ്യിൽ നിന്നും കുറെ പണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ പെണ്ണുങ്ങൾ പണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വരുന്നതിന് മുൻപേ തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അവൾ ചിലപ്പോൾ തോട്ടത്തിന്റെ പേരും പറഞ്ഞു വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. ജയപാലൻ തന്റെ മകൻ വിശാലിന്റെ അടുത്തേക്ക് ചെന്നു. എടാ മോനെ, ഒരു കാര്യം ചെയ്യാം. ആ തോട്ടം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മറിച്ചു വെക്കണം. വിശാൽ അല്പം അമ്പരപ്പോട് ചോദിച്ചു. അച്ഛാ, അത് പിന്നെ നീ ധൈര്യമായിട്ടിരിക്കടാ. നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സമയത്ത് പലരും വന്നിരിക്കും നമ്മളോട് യുദ്ധം ചെയ്യാനായിട്ട്. അവരൊക്കെ നമ്മൾ തോൽപ്പിക്കണം. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? ജയപാലൻ മകന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. വിശാലിന്റെ മുഖത്ത് ഒരു ക്രൂരമായ ചിരി വിടർന്നു. അതെന്ത് ചോദ്യമാണ് അച്ഛാ? അച്ഛൻ്റെ കൂടെയല്ലാതെ പിന്നെ ഞാൻ ആരുടെ കൂടെ നിൽക്കാനാണ്? അച്ഛൻ ധൈര്യമായിട്ടിരിക്ക്, ഞാൻ അച്ഛനോടൊപ്പം തന്നെയുണ്ട്. ആ, അങ്ങനെ തന്നെ വേണം. ഈ പറയുന്ന കാവേരിയും അതുപോലെ തന്നെ അവളുടെ ചേച്ചിയും ഗംഗയ്ക്ക് ആ ശാരദയ്ക്ക് എന്തായാലും ഇതിനെ എതിർക്കാൻ വരും. കാരണം അവർക്കറിയാം ഈ പ്രോപ്പർട്ടി വിൽക്കാൻ അവളുടെ അച്ഛൻ അഡ്വാൻസ് തന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. എന്തു വന്നാലും അച്ഛനോടൊപ്പം ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വിശാൽ ഉറപ്പ് കൊടുത്തു. ഇതേ സമയം വിനീത് തന്റെ കടയിൽ എത്തിച്ചേർന്നിരുന്നു. അവനെ കണ്ടപ്പോൾ ഇക്ക അതിശയത്തോടെ വന്ന് ചോദിച്ചു. എന്താടാ വിനീതെ, കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നീ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നോ? നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്നൊരു ഓർമ്മ വേണം. വിനീത് ഒരു വിളറിയ ചിരിയോടെ പറഞ്ഞു. അത് പിന്നെ ഇക്ക, വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഏറ്റെടുത്ത കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ തീർത്തു കൊടുക്കേണ്ടേ? പിന്നെ എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നും എടുക്കുകയും വേണം. എടാ, നിന്റെ അമ്മ സെറ്റായോ? പ്രശ്നങ്ങളൊക്കെ സോൾവായോ? ഇക്ക സ്നേഹത്തോടെ ചോദിച്ചു. വിനീതിന്റെ മുഖം വാടി. എവിടുന്ന്? അമ്മക്കൊരു മാറ്റമില്ല ഇക്ക, അതുപോലെ തന്നെ നിൽക്കുവാണ്. ഇനി എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. സാരമില്ലടാ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതെല്ലാം ഓക്കെ ആയിക്കോളും. നീ വിഷമിക്കാതിരിക്ക്, ഇക്ക അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നാൽ വിനീതിന്റെ സ്വന്തം അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. സുജാത ആകെപ്പാടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ്. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സുജാതയുടെ അടുത്തേക്ക് ഗീത വന്നു. അമ്മേ, അമ്മ ഒന്നും കഴിക്കുന്നില്ലേ? ഗീത ചോദിച്ചു. എനിക്ക് വിശക്കുന്നില്ലടി. സുജാത മുഖം തിരിച്ചു വെച്ചു. അമ്മ ഇവിടെ വിശപ്പില്ലെന്നും പറഞ്ഞിരുന്നോ?
അവനുണ്ടല്ലോ വിനീത്, അവൻ അവൻ്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് മൂക്കട്ടുമുത്തി തിന്നുമായിരിക്കും. എന്നിട്ട് അമ്മ ഇവിടെ വിശപ്പില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കല്ലേ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മ നന്നായിട്ട് ആഹാരം കഴിക്കാൻ നോക്ക്, വെറുതെ ആരോഗ്യം കളയണ്ട. ഗീതയുടെ വാക്കുകളിൽ വിനീതിനോടുള്ള പക നിറഞ്ഞു നിന്നിരുന്നു. അവന് നമ്മളെക്കുറിച്ചൊരു ചിന്തയുമില്ല. അങ്ങനെ വല്ല ചിന്തയും ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇന്നലെ അവളുടെ കഴുത്തിൽ താലി കെട്ടുമായിരുന്നോ? ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? അവന് സ്വന്തം കുടുംബത്തോടോ നമ്മളോടോ ഒട്ടും സ്നേഹമില്ല എന്ന്. ഗീത വീണ്ടും എരുതിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരുന്നു. ഇത് കേട്ടപ്പോൾ സുജാത ഒരു നിമിഷം ആലോചനയിലാണ്ടു. കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അവന് സ്നേഹമൊക്കെയുണ്ട്. ഗീത പുച്ഛത്തോടെ ചിരിച്ചു. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാ. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അമ്മ വീണ്ടും മോനാവുമെന്നൊക്കെ പറഞ്ഞ് ചക്കരെ മോനെ തേനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലില്ലേ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പോവത്തില്ല എന്ന് സുജാത ദേഷ്യത്തോടെ പറഞ്ഞു. നമുക്ക് കാണാം, 10 ദിവസം കഴിയട്ടെ, അപ്പ കാണാമെന്ന് പറഞ്ഞ് ഗീത ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഗീത പോയതിനു ശേഷം സുജാത ആ ഒരു മുറിയിൽ ഒറ്റക്കായി. അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. താൻ ചെയ്തത് തെറ്റായി പോയോ എന്നൊരു ചിന്ത അവരെ അലട്ടാൻ തുടങ്ങിയിരുന്നു. സ്വന്തം ചോരയെ, സ്വന്തം മകനെ പടിയിറക്കി വിട്ടതിൽ ഒരു നഷ്ടബോധം അവരുടെ ഹൃദയത്തിൽ നീറുന്നുണ്ടായിരുന്നു. പുറത്ത് കടുത്ത ദേഷ്യം അഭിനയിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ അമ്മ മനസ്സ് മകനെ ഓർത്ത് തേങ്ങുന്നുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ ആ കുടുംബത്തിൽ ഇനി നടക്കാൻ പോകുന്നത്, കാത്തിരിക്കുന്നത് വലിയ കൊടുങ്കാറ്റുകളാണ് എന്ന് ആരും അറിഞ്ഞിരുന്നില്ല. തോട്ടത്തിന്റെ പേരിൽ ജയബാലൻ ഒരുക്കുന്ന കെണികളും വിനീതിന്റെയും ഗംഗയുടെയും പുതിയ ജീവിതത്തിലെ പ്രതിസന്ധികളും സുജാതയുടെ മാറുന്ന മനസ്സും എല്ലാം ചേർന്ന് പുതിയൊരു അധ്യായത്തിനാണ് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.